ദേശീയ നേതൃത്വം കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് അതിന്റെ ചെലവിന് വേണ്ടി നൽകിയ തുകയിൽ കുറഞ്ഞത് 3 കോടിയെങ്കിലും നഷ്ടമായിട്ടുണ്ടെന്നാണ് ബി.ജെ.പിക്കാർ പറയുന്നത്. ഒരുപക്ഷെ അതിലും കൂടാം എന്ന് അണിയറ സംസാരമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമല്ല, കൊടി ഫ്രണ്ട് ചെയ്തതിൽ മാത്രമല്ല, അതിനപ്പുറത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പരമാവധി പണം തട്ടാനുള്ള, പൈസ ഉണ്ടാക്കാനുള്ള വഴിയായിട്ട് ഒരു വിഭാഗം നേതാക്കളെങ്കിലും എടുത്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ബി.ജെ.പി ഇക്കാര്യത്തിൽ സ്റ്റേണായ നടപടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇനി ഇത് പറ്റില്ല എന്ന തരത്തിലേക്കുള്ള നടപടികളിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? സംസ്ഥാനത്ത് ബി.ജെ.പി നേതൃത്വത്തിലേക്ക് എത്തുക, അതുപോലെ തന്നെ സ്ഥാനാർത്ഥിത്വം ലഭിക്കുക, ഇത് രണ്ടും പണം ഉണ്ടാക്കാനുള്ള മാർഗമാണോ എന്നുള്ള സംശയം പൊതുജനങ്ങളിൽ ഉണ്ടായാൽ അതിനെ അതിശയപ്പെടാനില്ല, അല്ലെങ്കിൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. മാത്രമല്ല, ഇപ്പോൾ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ബി.ജെ.പി കൈവരിച്ചു എന്നാണ് സംസ്ഥാന നേതൃത്വം അവകാശപ്പെടുന്നത്. സ്വാഭാവികമായും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ അവർക്ക് അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുന്ന ഒരു ജയം, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം, അത് ലഭിച്ചു. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകളിൽ ജയിക്കാനും കഴിഞ്ഞു. ഈ നേട്ടം കൊണ്ട് അടുത്ത നേട്ടത്തിലേക്ക്, രാഷ്ട്രീയ നേട്ടത്തിലേക്ക് പോകാൻ ഉള്ള ആലോചനകൾ, അല്ലെങ്കിൽ ആ രീതിയിൽ ആവേശഭരിതരായി നിൽക്കുന്ന അണികളുടെ മുന്നിൽ ഇപ്പോൾ നേതൃത്വം സാമ്പത്തിക തിരിമറിയുടെ പേരിൽ നാണം കെട്ട് നിൽക്കുകയാണ് എന്നുള്ള കാര്യം വസ്തുതയാണ്. ബി.ജെ.പിയിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തേക്ക് വമിക്കുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല. അത് നേതൃത്വത്തിനും സുഖകരമല്ല, അതിൻ്റെ അനുയായികൾക്കും അണികൾക്കും സുഖകരമല്ല. മാത്രമല്ല, ഈ സാമ്പത്തിക ക്രമക്കേടിൻ്റെ പേരിൽ 3 പേർക്കെതിരെ നടപടിയെടുത്തു എന്ന കാര്യം പോലും പുറത്ത് സമ്മതിക്കാൻ കഴിയാത്തത്ര വിഷമവൃത്തത്തിലാണ് സംസ്ഥാന നേതൃത്വം എന്നുള്ള കാര്യവും വ്യക്തമാണ്. ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിനും RSS നേതൃത്വത്തിനുമൊക്കെ അതൃപ്തിയുമുണ്ട്. ഏതായാലും ഇപ്പോൾ നമ്മൾ പ്രശാന്ത് കൃഷ്ണയുടെ വാർത്ത, ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ കേട്ടതാണ്. അതിൽ പറയുന്നത് പോലെ ഈ അച്ചടക്ക നടപടി എടുത്തത് പുറത്തുവിടാതെ ഒരു പുതിയ സംവിധാനത്ത്, അല്ലെങ്കിൽ പുതിയ ഭാരവാഹികളെ നിശ്ചയിച്ചുകൊണ്ട് അതിനെ മറികടക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത്. പക്ഷേ അകത്തുള്ള വാർത്തകൾ, അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്ന സാമ്പത്തിക തിരിമറി, അത് എത്രത്തോളം ഇനിയും വിപുലപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ആദ്യം ഈ കൊടിയുമായി ബന്ധപ്പെട്ട വിവാദമാണ്, സാമ്പത്തിക തിരിമറിയാണ് പുറത്തു വന്നത്. ഇപ്പോൾ ഹെലികോപ്റ്ററും കാറുകളും വാടകയ്ക്കെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വലിയ തിരിമറി കൂടി നടന്നു. അപ്പോൾ ഏതാണ്ട് 5 കോടിയോളം രൂപയുടെ തിരിമറി മൊത്തത്തിൽ നടന്നു എന്നുള്ള സംശയമാണ് ഉയരുന്നത്. അതിനൊപ്പം തന്നെ ഇതിനെ മറികടക്കാൻ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവാദം കൂടി ഉണ്ടായിട്ടുണ്ട് ഇന്നലെ മുതൽ. അത് ഈ സംസ്ഥാന നേതാക്കൾക്കെതിരെ നടപടിയെടുത്തതുമായി ബന്ധപ്പെട്ടൊരു ലെറ്റർ പാഡ് പുറത്തു വന്നിരുന്നു. അത് ആ ലെറ്റർ ഹെഡിലുള്ള പ്രസ്താവന, അത് 3 നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇവർക്കെതിരെ സംസ്ഥാന നേതൃത്വം നടപടിയെടുത്തു എന്നുള്ളതാണ്. അതിനകത്ത് അക്ഷരപ്പിശകുകളുണ്ട്. പ്രഭാരി എന്നുള്ളതിന് പകരം പ്രഡാരി എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളതിന് രാജീവ് ചന്ദ്രശേഖർ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അത് സംബന്ധിച്ച് ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വാർത്ത വന്നു. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ബി.ജെ.പി നേതൃത്വം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് വ്യാജ വാർത്ത മാധ്യമങ്ങൾ ചമച്ചു എന്ന മട്ടിലാണ്. അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകുന്ന കാര്യമൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ബി.ജെ.പിയിൽ നിന്ന് തന്നെ മറ്റൊരു വിഭാഗം ഉന്നയിക്കുന്ന ആരോപണം, ഇത് ഈ ശ്രദ്ധ തിരിക്കാനും ഈ വാർത്തകളൊക്കെ, പുറത്തു വരുന്ന വാർത്തകളൊക്കെ തെറ്റാണെന്ന് വരുത്താനും ബി.ജെ.പിയിൽ നിന്ന് തന്നെയുള്ള ചില ആൾക്കാരുണ്ടാക്കിയ കത്താണ് എന്നുള്ള ആരോപണവും വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ബി.ജെ.പിയെ സംബന്ധിച്ച് ബി.ജെ.പിയുടെ ഒരു പ്രതിസന്ധി, പണ്ട് ഇതുപോലെ തിരുവനന്തപുരം ഉപതെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് വല്ലാതെ കുറഞ്ഞപ്പോൾ അന്വേഷണം നടത്തി. അപ്പോൾ അതിന്റെ കണ്ടെത്തലുകളും മറ്റുമൊക്കെ വന്നു. അതേ തുടർന്ന് പിന്നീടുള്ള എല്ലാ കാലത്തും ബി.ജെ.പി വോട്ട് കച്ചവടം എന്നുള്ള ആരോപണം നേരിട്ടു. ഇപ്പോൾ ഇത് ഔദ്യോഗികമായി ഇങ്ങനെയുള്ള പ്രശ്നം സ്ഥിരീകരിച്ച നേതാക്കൾക്കെതിരെ നടപടി ഔദ്യോഗികമായി എടുക്കുകയും അത് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്താൽ ഈ പറഞ്ഞ ചീത്തപ്പേര് കാലാകാലങ്ങളായി നിങ്ങൾ ഇലക്ഷൻ വരുമ്പോൾ പൈസ ഉണ്ടാക്കാൻ നിൽക്കുന്ന ടീമാണെന്ന് ആരോപണം വരും. അപ്പോൾ ഈ കാര്യത്തിൽ ബി.ജെ.പിക്ക് തള്ളാനും കൊള്ളാനും വയ്യാത്ത, ഇറക്കാനും തുപ്പാനും വയ്യാത്ത അവസ്ഥ ഉണ്ടോ? ഇത് ഇറക്കാനും തുപ്പാനും വയ്യാത്ത ഒരു അവസ്ഥയിലല്ല കാര്യങ്ങൾ, അതിലും നാണംകെട്ട അവസ്ഥയിലാണ്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ബി.ജെ.പി വോട്ട് കച്ചവടം നടത്തി എന്നുള്ള ഒരു ആരോപണമാണ് കേട്ടിരുന്നതെങ്കിൽ, ഇതിപ്പോൾ കേന്ദ്രം സംസ്ഥാനത്ത് വലിയ തോതിൽ നേട്ടമുണ്ടാക്കാൻ, തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി നിൽക്കാൻ ഒക്കെ നൽകിയ പണം, അതിൽ വലിയൊരു വിഭാഗം അടിച്ചു മാറ്റി എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ സംസ്ഥാന നേതൃത്വം, സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ ചുമതലയുണ്ടായിരുന്ന നേതാക്കൾ, അതുപോലെ തന്നെ സംസ്ഥാനത്തെ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ച നേതാക്കൾ, ഇവരൊക്കെ ഇപ്പോൾ ആരോപണ നിഴലിൽ നിൽക്കുകയാണ്. അവരെ സംരക്ഷിക്കുന്ന നേതാക്കളുമൊക്കെ ഇപ്പോൾ ആരോപണ നിഴലിൽ നിൽക്കുകയാണ്. അപ്പോൾ മാത്രമല്ല, യുവജന സംഘടനകളിലെ നേതാക്കൾ വരെ, പ്രധാന സ്ഥാനത്തിരിക്കുന്ന നേതാക്കൾ വരെ ആരോപണ നിഴലിലാണ്. അപ്പോൾ ബി.ജെ.പി സ്ഥാനാർത്ഥിത്വവും ബി.ജെ.പി ഭാരവാഹിത്വവും പണം ഉണ്ടാക്കാനുള്ള മാർഗമായി ചിലർ കരുതുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ ഉയർന്നു വരികയാണ്. അത് പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. ചിലരുടെ പെട്ടെന്നുള്ള സാമ്പത്തിക വളർച്ച, തെരഞ്ഞെടുപ്പ് കഴിയുന്ന അപ്പാടെ അവർ മറ്റു ചില സ്ഥലങ്ങളിൽ ഭൂമിയിലടക്കം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ചില സൂചനകളൊക്കെ ഇങ്ങനെ നേതൃത്വത്തിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ബി.ജെ.പി ഈ കുറെ കാലമായി ഉണ്ടാവുന്ന പരാതിയാണ്. അതിലൊരു നടപടിയിലേക്കോ അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള ചർച്ചയിലേക്കോ ബി.ജെ.പി പോകുന്നതാണ് മനസ്സിലാക്കുന്നത്.